അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു നമ്മുടെ നാട്ടിൽ ഈ പ്രളയമൊന്നും ആദ്യമായിട്ടല്ലല്ലോ. ഇത്തരം ഓരോ ഓരോ വർഷവും ഇത്തരം എന്താ പറയാ, കാലവർഷത്തില് വെള്ളപ്പൊക്കം ഉണ്ടാവും, ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ പരിഹരിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് വന്നിട്ട് ഈ വെള്ളം കുടിച്ച് പറ്റിക്കാൻ വേണ്ടത്. ഇവരുടെ വർത്താനം കേട്ട വിചാരിക്കും ഇങ്ങനെ സംഭവം ഉണ്ടാവുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അദ്ദേഹം മറ്റു പരിപാടികളൊന്നും പങ്കെടുക്കാൻ പാടില്ല, അദ്ദേഹം ഇങ്ങനെ വരണം, അദ്ദേഹം ഈ പ്രളയബാധിത പ്രദേശത്തേക്ക് വരണം. ഏടോ എന്തിനാടോ ആവശ്യം? നല്ല ഭരണാധികാരികൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവര് കൃത്യമായി അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇതൊക്കെ ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ആ സംവിധാനങ്ങളെ ഉണർത്തിപ്പിക്കുക, ആ സംവിധാനങ്ങൾക്ക് കൃത്യമായ ഡയറക്ഷൻ കൊടുക്കുക. PC വിഷ്ണുനാഥിനെ ആ ഭാഗങ്ങളിലേക്ക് അയച്ചു. എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തന്റെ പ്രതിനിധിയായി PC വിഷ്ണുനാഥിനെ ഈ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് അയച്ചു. PC വിഷ്ണുനാഥ് വളരെ കാര്യക്ഷമമായി ഓരോ പ്രദേശങ്ങളിലും എത്തി അവിടുത്തെ പോരായ്മകളൊക്കെ കണ്ടെത്തി അത് അപ്പൊ പരിഹരിച്ച് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ചെയ്യേണ്ടത് ജില്ലാ കളക്ടർമാരും മറ്റ് പ്രാദേശിക സംവിധാനങ്ങളും റവന്യൂ വിഭാഗവും ഒക്കെയാണ്. ഇക്കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഇത് ഭക്ഷണം കിട്ടാൻ ഇത്തിരി വൈകിപ്പോയി. അത്ര എവിടെയോ ഏതോ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് വൈകിപ്പോയി. ഇതിനാണ് ഈ കോലാഹലം. ഇത് നിങ്ങൾ പറയുന്നതിനൊക്കെ നിങ്ങൾ രാഷ്ട്രീയം പറയപ്പാ. എത്ര കാലായി പറയുന്നത്? അപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ ഈ കഴിഞ്ഞ ഇന്നലെ പത്രസമ്മേളനത്തിൽ വി ഡി സതീശൻ വളരെ കൃത്യമായി മറുപടി നൽകി. താൻ എന്തിന് ഹെലികോപ്റ്ററിൽ പോയി? താൻ പോയത് അവിടെ ഒരു നിക്ഷേപക ടീമിനെ കാണാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇൻവെസ്റ്റേഴ്സ് ടീമിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അടിയന്തരമായി കാണേണ്ടതുണ്ടായിരുന്നു. അവര് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അത് കഴിഞ്ഞ് അവർ കൊച്ചിയിലെത്തി. കൊച്ചിയിൽ അവര് രാത്രിയോടെ അവർ തിരിച്ചു പോകും. ഞാൻ വന്ദേ ഭാരതിൽ പോകാമായി എന്നായിരുന്നു നിശ്ചയിച്ചത്. പക്ഷെ അപ്പോഴത്തേക്ക് അവർ പോകും എന്നുള്ളത് കൊണ്ട് അവരെ കാണേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ കാണാൻ വേണ്ടി ഹെലികോപ്റ്റർ എടുത്ത് പോയി. ആ ഹെലികോപ്റ്റർ എടുത്ത് പോയത് കൊണ്ട് ഒരു പൈസ പോലും ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ല. ആ ഹെലികോപ്റ്റർ പറഞ്ഞില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ പ്ലസ് പൈലറ്റിന്റെ ചെലവ് തുടങ്ങിയ ഇന്ധന ചെലവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഏതാണ്ട് 1 കോടി രൂപ മാസം ആ ഹെലികോപ്റ്ററിന് കൊടുക്കണം എന്ന് പറയുന്ന ഒരു കരാറ് നേരത്തെ കാരണബോധം ഒപ്പിട്ട് പോയതാണ്. ഈ സെപ്റ്റംബർ 18 വരെ അതിന് കാലാവധിയുണ്ട്. അത് ഉപയോഗിച്ചില്ലെങ്കിലും അതിന് കാശ് കൊടുക്കണം. ആ സമയത്ത് ആ ഹെലികോപ്റ്റർ എടുത്ത് പോയി ആ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടു. ഇത്രയും ചെയ്തിട്ടുള്ളൂ. പിന്നെ മലപ്പുറത്ത് പോയി ഊണ് കഴിച്ചത്. മലപ്പുറത്ത് മറ്റൊരു പരിപാടിയിലേക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി അവിടെ ചെന്നപ്പോ എന്താ പറയാ, അതിന് തൊട്ടടുത്തൊരു വീട്ടുകാർ പറഞ്ഞു അവിടെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. നമ്മളെങ്ങനെയാണോ മലപ്പുറത്തും കോഴിക്കോട്ടൊക്കെ ഈ അതിഥി സൽക്കാര പ്രിയരാണ് ഇവിടുത്തെ ആൾക്കാർ മുഴുവനും. എനിക്കറിയാം, എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ അവിടെ ചെന്നപ്പോ ആ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടുകാര് ഒരു മുസ്ലിം ലീഗ് നേതാവാണ്. അയാൾ പറഞ്ഞു അവിടെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. സതീശൻ തന്നെ പറയുന്നു 3 മണിയായിട്ടുണ്ട്. ഈ ഔദ്യോഗിക തിരക്കുകളൊക്കെ കഴിയുമ്പോഴത്തേക്കും 3 മണിയായിട്ടുണ്ട്. 3 മണിക്കും ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയാണ് അടുത്ത വീട്ടുകാര്. മുഖ്യമന്ത്രിക്ക് അവിടെ ഭക്ഷണം കഴിക്കാം. അവിടെ മുഖ്യമന്ത്രി ഇന്ന് ഭക്ഷണം കഴിച്ചു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മലപ്പുറത്തുകാര് ഒരു അതിഥി വീട്ടിൽ വന്നാൽ അവര് ആ അതിഥിക്ക് ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി കൊടുക്കും. ഇതിനെയാണ് വിരുന്ന് എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ചു, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു, ഇനി വിരുന്ന് എന്ന് പറയും. മുഖ്യമന്ത്രി വിരുന്നുണ്ട്. അപ്പൊ എപ്പോഴാണ് വി ഡി സതീശൻ പറഞ്ഞത്, ദയവായി എനിക്ക് മനസ്സിലായില്ലായിരുന്നു, 2018 പ്രളയം വന്നപ്പോൾ പിണറായി വിജയൻ വെള്ളം പോലും കുടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കരുത്, മുഖ്യമന്ത്രിമാരൊന്നും ഭക്ഷണം കഴിക്കരുത്, പരിഹസിച്ചു സതീശൻ. ഇമാതിരി പരിഹാസം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം അല്ലേ? ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികളെ. അപ്പോഴാണ് മലയാള മനോരമ വളരെ കൃത്യമായി പറയുന്നത് എന്താണ്? പ്രളയം ഒന്നും ചെയ്യാതെ കേരളം പഠിച്ചില്ല, നമ്മൾ വീണ്ടും മുങ്ങി എന്ന് പറഞ്ഞാൽ ഈ പ്രളയം ഉണ്ടായതിന് അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായതിനുള്ള കാരണം കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി വിജയനാണ്. നമുക്കൊക്കെ അറിയാം. ഈ റൂം ഫോർ റിവർ അല്ലെ, എന്താണ് റൂം ഫോർ റിവർ? നെതർലൻഡ്സ് എന്ന് പറയുന്ന ആ രാജ്യം നമ്മളെക്കാൾ എന്ന് പറഞ്ഞാൽ കേരളത്തെക്കാൾ പ്രകൃതി ലോലമായ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും വെള്ളം കയറാവുന്ന, ഏത് നിമിഷവും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന ഒരു രാജ്യമാണ് നെതർലൻഡ്സ്. ഈ നെതർലൻഡ്സ് വളരെ വിജയപ്രദമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ നദികളിൽ ഈ വെള്ളം ഒഴുകി പോകാനുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് ഒരു അതിശക്തമായ മഴ പെയ്താൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിന്നൽ പ്രളയം കൊണ്ടായാൽ ആ നാട് ആ ജനവാസ മേഖലകൾ വെള്ളത്തിൽ മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴുകിപ്പോകാനുള്ള ഒരു സ്വതന്ത്ര സംവിധാനം ഉണ്ടാക്കുന്ന ഏറ്റവും മികച്ച ഒരു പദ്ധതിയാണ് നെതർലാൻഡ്സിന്റെ റൂം ഫോർ റിവർ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കാരണഭൂതവും ടീമും നെതർലൻഡ്സ് പോയിരുന്നു. കുടുംബസമേതം നെതർലൻഡ്സിൽ ആഘോഷമായി ഇവര് 1-2 ആഴ്ച കാലം അവിടെ പര്യടനങ്ങളൊക്കെ നടത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു എന്നൊക്കെയാ പറയുന്നത്. തിരിച്ചു വന്നു. എന്നാ പിന്നെ നടപ്പാക്കണ്ടേ?
2018 പ്രളയം, ഓർക്കണം നിങ്ങൾ. 2018 പ്രളയം, അത് കഴിഞ്ഞ് പിണറായി വിജയൻ 6 വർഷം കൂടി, 6 വർഷം, 6 അല്ല 8 വർഷം അല്ലേ, 2026 വരെ 8 വർഷം പിണറായി വിജയൻ കേരളം ഭരിച്ചു. എന്നാൽ ഈ നെതർലൻഡ്സ് പോയി കണ്ട് മനസ്സിലാക്കിയ റൂം ഫോർ റിവർ എന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കണ്ടേ? നടപ്പാക്കാനുള്ള ചില പദ്ധതികളൊക്കെ മൂപ്പർ തയ്യാറാക്കി. പക്ഷേ പതിവ് പദ്ധതികളെ പോലെ ഇതൊക്കെ അവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു മേൽനോട്ടം ഉണ്ടായില്ല. ഇതിന്റെ നടപടിക്രമങ്ങൾ ഒന്നും ഉണ്ടായില്ല. കോടികൾ വെറുതെ ഇതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് 10-25 കോടി നശിപ്പിച്ചു. അതല്ലാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഭരിക്കണം, എങ്ങനെ ജനക്ഷേമകരമായ ഭരണം നടത്തണമെന്ന് പിണറായി വിജയൻ അറിയില്ല. ആകെ ഒരൊറ്റ കാര്യം അറിയുള്ളൂ, കട്ടുമുടിക്കാൻ. മോക്ക് മാസപ്പടി കൃത്യമായി ലഭിക്കുന്നുണ്ടോ? റൂം ഫോർ റിവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ മോക്ക് മാസപ്പടി കിട്ടില്ല. അപ്പൊ മോക്ക് മാസപ്പടി കിട്ടാനുള്ള പരിപാടികളൊക്കെ ഉണ്ടാക്കിയെന്നുള്ളതല്ലാതെ ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്ന പദ്ധതി, ആ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇവിടെ പത്തനംതിട്ടയിൽ ഇങ്ങനെ വെള്ളം കയറുമായിരുന്നില്ല, വെള്ളമൊക്കെ ഒഴുകി പോകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രളയത്തിന്, ഈ വെള്ളപ്പൊക്കത്തിന്, ഇത്രയും 16ഓളം പേരുടെ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണോ? അതല്ലാതെ സതീശൻ, ഈ കഴിഞ്ഞ മെയ് 18-ാം തീയതി അധികാരമേറ്റ സതീശനാണോ ഈ പ്രളയത്തിന്റെ ഉത്തരവാദിത്തം? ഇവിടെ മറ്റേ പവർ കട്ട്, സതീശൻ വന്നുകൊണ്ടാണ് പവർ കട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നിങ്ങൾ കള്ളം പറഞ്ഞു. അവസാനം അത് പൊളിഞ്ഞുപോയി. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് ഇവിടെ ഒരു വൈദ്യുതി പദ്ധതി പോലും ഉണ്ടാക്കിയില്ല, ഒരു യൂണിറ്റ് വൈദ്യുതി പോലും നിങ്ങൾ അധികമായി ഉണ്ടാക്കിയില്ല. ദീർഘകാലത്തേക്ക് ഉപയോഗപ്രദമാവുന്ന ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു കരാർ പോലും നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അധിക ലാഭത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് ഒഴിവാക്കി. ഇതൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾക്ക് എന്താ പറയാ, കട്ടുമുടിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം. ഇതിന്റെയൊക്കെ തുടർച്ചയാണ്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പ്രത്യാഘാതമാണ് ഇവിടെ സംഭവിച്ച ഈ പറയുന്ന എന്താ പറയാ ഈ വെള്ളപ്പൊക്കവും അതിനെ തുടർന്ന നാശനഷ്ടങ്ങൾ. എന്നിട്ട് നിങ്ങൾ വി.ഡി. സതീശനെ കുറ്റം പറയണം അല്ലേ? വളരെ കൃത്യമായ വാർത്തയാണ് മിഥുൻ എം കുര്യാക്കോസ് ഇതിനെപ്പറ്റിയുള്ള യഥാർത്ഥത്തിൽ അവലോകനം. ഇന്ന് ഞാൻ ഇറങ്ങിയ പത്രങ്ങളിൽ ഇങ്ങനെ ഇത്രയും വളരെ ചെറിയൊരു റിപ്പോർട്ടാണ്, പക്ഷേ ഇതിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും മികച്ച പത്രം മലയാള മനോരമയായി മാറുന്നത് ഈ ഒരൊറ്റ റിപ്പോർട്ട് കൊണ്ടാണ്. ആ റിപ്പോർട്ട് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞേ തീരൂ. അതിങ്ങനെയാണ്. അതായത് മുൻ വർഷങ്ങളിലെ പ്രളയത്തിൽ നിന്ന് കേരളം ഒന്നും പഠിച്ചില്ല. എന്താണ്? മുൻ വർഷങ്ങളിലെ പ്രളയത്തിൽ നിന്ന് കേരളം ഒന്നും പഠിച്ചില്ല. വി.ഡി. സതീശനാണോ ഉത്തരവാദി? നിങ്ങൾ പറ, വി.ഡി. സതീശനാണോ? വി.ഡി. സതീശൻ പോയി കണ്ട് മലപ്പുറത്ത് ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. വി.ഡി. സതീശൻ ഒരു ഇൻവെസ്റ്റേഴ്സ് ടീമിനെ കാണാൻ വേണ്ടിയിട്ട് ഈ പിണറായി വാടകയ്ക്കെടുത്ത് ഇവിടെ മാസം തോറും 1 കോടി രൂപ വെറുതെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഹെലികോപ്റ്റർ എടുത്ത് പോയതിനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒരു മുന്നൊരുക്കവും നടത്തിയില്ല. പിണറായി വിജയന്റെ കാലത്തുള്ള കാര്യം പറയുന്നത്, അല്ലാതെ ഈ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒരു മുന്നൊരുക്കവും നടത്തിയില്ല. സംസ്ഥാനം ഇന്ന് നൽകുന്നത് ആ ഗുരുതര വീഴ്ചയുടെ വലിയ വിലയാണ്. സംസ്ഥാനം ഇന്ന് നൽകുന്നത് ഇത്രയും 16ഓളം പേരുടെ മരണത്തിന് കാരണമായത് ഈ ഗുരുതര വീഴ്ചയാണ് എന്ന് പറഞ്ഞാൽ പ്രതി ആരാണ്? പ്രതി പിണറായി വിജയനാണ്. ഈ വി.ഡി. സതീശനെതിരെ ഉറഞ്ഞു തുള്ളുന്ന പി. രാജീവും എം.പി. രാജേഷും ഈ എ. റഹീമും എം.വി. ഗോവിന്ദനും തുടങ്ങിയ എല്ലാ ഇത്തരത്തിൽപ്പെട്ട പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ട് സംഘം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെപ്പോലുള്ള പെറുക്കിത്തീനി പറ്റിത്തീനി എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യമാണ് കേട്ടോ. ഇതിനൊക്കെ ഏക ഉത്തരവാദി പിണറായി വിജയനാണ് എന്നുള്ള കാര്യം ഇനി പറയുന്നു. 2018-19 വർഷങ്ങളിലെ വൻ പ്രളയത്തിന്റെ കാരണങ്ങൾ, വെള്ളം ക്രമാതീതമായി കയറിയ സ്ഥലങ്ങൾ, പെയ്ത മഴയുടെ തോത്, വെള്ളം ഒഴുകാനുള്ള സംവിധാനങ്ങൾ, നദികളിൽ അടിഞ്ഞ മണ്ണിന്റെ അളവ് എന്നിവയെക്കുറിച്ച് എന്ത് കണക്കാണ് സംസ്ഥാനത്തിന്റെ പക്കലുള്ളത് എന്ന ചോദ്യവും ബാക്കി. ഒരു കണക്കുമില്ല. ഇവരിങ്ങനെ എന്താ പറയാ, പ്രളയം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രളയം ഉണ്ടായി കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് എന്താ പറയാ സഹായങ്ങൾ തേടാം. അങ്ങനെ ഈ ദുരന്ത നിവാരണ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ രക്ഷാ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫണ്ടുകളിലേക്ക് പൈസ ഇങ്ങനെ ഒഴുക്കുക. അത് കഴിഞ്ഞിട്ട് അത് കട്ടുമുടിക്കാൻ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ, അറിയാലോ എറണാകുളത്തൊക്കെ സംഭവിച്ചത്. എറണാകുളത്തൊക്കെ പ്രളയ ഫണ്ട് തട്ടിപ്പിൽ ആരൊക്കെയായത് കുടുങ്ങിയത് എന്ന് ഒന്ന് ഓർത്തു നോക്കിയാൽ നല്ലതാണ്. ഇനി 2018 പ്രളയത്തിന് ശേഷം എന്തെങ്കിലും തയ്യാറെടുപ്പോ മുൻകരുതലോ സ്വീകരിച്ചില്ല. ശ്രദ്ധിക്കണേ, 2018 പ്രളയത്തിന് ശേഷം എന്തെങ്കിലും തയ്യാറെടുപ്പോ മുൻകരുതലോ സ്വീകരിച്ചില്ല. കൃത്യമായ കണക്കുകൾ കൈവശമില്ലാത്തത് രക്ഷാദൌത്യത്തെ സാരമായി ബാധിച്ചു. മുൻ അനുഭവങ്ങൾ അടിസ്ഥാനമാക്കി ശാസ്ത്രീയ പഠനങ്ങളും കണക്കുകളും ദുരന്ത നിവാരണത്തിന് അനിവാര്യമാണ് എന്നിരിക്കെ അതിനായി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നും പരിസ്ഥിതി വിദഗ്ധർ ചോദിക്കുന്നു. കണക്കുകളും പഠന റിപ്പോർട്ടുകളും
പ്രാദേശിക തലത്തിലേക്ക് കൈമാറി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരുന്നു. അതൊന്നും ചെയ്തില്ല. അത് ചെയ്തിരുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുൻപ് പ്രളയമുണ്ടായ അതേ സ്ഥലങ്ങൾ വീണ്ടും മുങ്ങിയത് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ചില്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയൻ സർക്കാർ പഠിച്ചില്ല, നമ്മൾ വീണ്ടും മുങ്ങി. എന്നിട്ട് നിങ്ങൾ വി ഡി സതീശൻ മറ്റേ ഹെലികോപ്റ്റർ എടുത്ത് പറന്നു, മലപ്പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു. നിങ്ങൾ നന്നാവാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലാകുന്നു കേട്ടോ. ചിരിക്കുകയാണ് ആൾക്കാർ, ചിരിക്കുകയാണ് നിങ്ങളുടെ ഇമ്മാതിരി പോറാട്ടുകൾ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.